നടത്തിയിടുന്നു, ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് നന്ദി ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നപ്പോൾ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്, ദാനമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനകളാണ് എന്നതിന് യാതൊരു സംശയമില്ല. നമുക്കൊരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെയാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം: ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും, പല അഭിപ്രായമായിരിക്കും. ഹന്നയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഏലിയാവിന്റെ പ്രാർത്ഥന, ഒറ്റ വാചകത്തിലുള്ള പ്രാർത്ഥനയിൽ തീ ഇറങ്ങി വന്ന പ്രാർത്ഥന, ഇതൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഗ്രേഡ് കൂടി വരും. ഒന്നും കൂടെ പറയും, ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാന്ന് പറയും. അതും പറയും മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് പറയും. ഒന്നുകൂടെ പറഞ്ഞാൽ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ് യേശുവിന്റെ, അതാണ് ഏറ്റവും വലുതെന്ന് പറയും. മറ്റു ചിലർ പറയും പൗലോസ് അപ്പോസ്തലന്റെ ഒരു 6-7 പ്രാർത്ഥന നടക്കുന്നുണ്ട്, ആ പ്രാർത്ഥനയായിരിക്കും വലുതെന്നൊക്കെ പറയും. ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നാണ്. പ്രാർത്ഥനയിൽ ഏറ്റവും അധികം അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഭവന പ്രാർത്ഥനയായിരിക്കും. ഭവന പ്രാർത്ഥനയിൽ ലഭിച്ച അനുഗ്രഹം അത് വളരെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശക്തിയായി, അത്ഭുതമായി അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭവന പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം ഒരു ഭവനത്തിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥനയിലാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. Acts chapter 2:2. Acts chapter 2:2. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. നമുക്ക് ചരിത്ര പശ്ചാത്തലം നന്നായിട്ട് അറിയാം. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം യേശുക്രിസ്തു 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായതിനു ശേഷം പറഞ്ഞു അവരോട്, നിങ്ങൾ ഇവിടെ വിട്ട് വാങ്ങിപ്പോകരുത്, അതിനു മുമ്പ് നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചതിനു ശേഷം പോകാവൂ എന്ന് പറഞ്ഞപ്പോൾ ആ മാളിക മുറിയിൽ 120 പേരടങ്ങുന്ന ഒരു സംഘം ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെയാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ്: അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ആ വീട് മുഴുവൻ നിറയുന്ന ഒരു അനുഭവം ഉണ്ടായി. ഒരു വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ആ വീട്ടിനകത്ത് നിറയുന്ന ഒരു അനുഭവം ഉണ്ടായി. ശൂന്യമായ ഏത് അനുഭവം ഉണ്ടെങ്കിലും അതിനെ മാറ്റുവാൻ, അതിന് നിറയ്ക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യമാണ് ഇറങ്ങി വരുന്നത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിലെ ശൂന്യമായിരുന്ന കൽപാത്രങ്ങളെ നിറച്ച് അത് വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ അതിനേക്കാൾ വലിയൊരു അത്ഭുതമായി തുടങ്ങി. അവിടെ നമ്മൾ വായിക്കുന്നത് വീട് മുഴുവൻ നിറച്ചു. എന്താണ് വീട് മുഴുവൻ നിറച്ചത്? അവിടെ പെട്ടെന്ന് വായിക്കുന്നത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അപ്പൊ കാറ്റാണോ വീട് നിറച്ചത്? അല്ല, കാറ്റ് പുറത്തും ഒക്കെ അടിക്കുന്നതാണ്. വലിയ മുഴക്കം ഉണ്ടായി. മുഴക്കം വീട്ടിൽ മാത്രമായിട്ട് നിന്നില്ല, അത് പുറത്തേക്ക് കേട്ടത് കൊണ്ടാണ് ആളുകൾ ഓടിക്കൂടിയത്. അപ്പൊ എന്താണ് വീട് നിറച്ചത് എന്ന് അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ അവിടെ നിറഞ്ഞത്, ആ ഭവനത്തിൽ നിറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. ഒരു വീടിനകം നിറയേണ്ടത് മറ്റൊന്നുമല്ല, ദൈവ സാന്നിധ്യമാകുന്ന പരിശുദ്ധാത്മാവ് വന്ന് നിറയാൻ. അങ്ങനെ നിറയണമെങ്കിൽ വീട്ടിനകത്ത് പ്രാർത്ഥന നടന്നേ പറ്റൂ. ഒരുമിച്ച് കൂടിയിരുന്ന് ഒരേ ഐക്യതയോടെ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ വീട്ടിനകത്ത് പരിശുദ്ധാത്മാവ് വന്ന് നിറയും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് അവർക്ക് ദൈവം ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ ദൈവം ചിലത് നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ കടന്നു വന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉച്ചരിക്കാൻ ദൈവം ചിലത് നൽകാൻ പോവുകയാണ്. വിശ്വസിക്കാമോ? ഇന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ദൈവം എനിക്ക് ചിലത് നൽകി തരും. എനിക്ക് ചിലത് നൽകി തരും. ചില വാചകങ്ങൾ എനിക്ക് നൽകി തരും. ചില വാഗ്ദത്തങ്ങൾ എനിക്ക് നൽകി തരും. എനിക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾ, എനിക്ക് ലഭിക്കുന്ന ദൈവിക അവകാശങ്ങൾ, കൃപകൾ, കൃപാവരങ്ങളെല്ലാം അത് വർദ്ധിച്ചു വരാൻ തുടങ്ങും. അതിന് പറയുന്നത് എന്താ അറിയോ? അത് സംസാരിച്ച് തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നടന്ന പ്രാർത്ഥനയുടെ അത്ഭുതങ്ങൾ അത് ഇന്നും തീർന്നിട്ടില്ല. ഈ 21 നൂറ്റാണ്ടായിട്ടും തീരാതെ നിൽക്കുന്ന അനുഭവമായി മാറിയെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു കുടുംബ പ്രാർത്ഥന നടന്നു കഴിഞ്ഞാൽ ആ കുടുംബ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, അത് നിലനിൽക്കുന്ന അത്ഭുതമായി തലമുറകളിലേക്ക് അത് വ്യാപരിക്കുന്ന അത്ഭുതമായി മാറുമെന്നതിന് യാതൊരു സംശയമില്ല. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് കൂടി വന്ന് ആരാധിക്കുമ്പോൾ അതേ അനുഭവം തരുവാൻ ദൈവം ഇന്നും വിശ്വസ്തനാ. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകയാൽ നിശ്ചയ
നിശ്ചയമായും അവൻ ഇന്നും നമ്മളെ നിറയ്ക്കുവാൻ നമ്മുടെ വീട് നിറയ്ക്കുവാൻ, ഹല്ലേലൂയ, ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലും പകരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. കാരണം ദൈവം നിറയ്ക്കുകയും പകരുകയും ചെയ്താൽ അത് തലമുറയിലേക്ക് വ്യാപരിക്കുക തന്നെ ചെയ്യും. വളരെ വേഗത്തിൽ ഒരു 4 കാര്യങ്ങൾ ഞാൻ ഈ തലമുറയോടുള്ള ബന്ധത്തിലുള്ള ചില ദൂതുകൾ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന തലമുറകൾക്ക് വേണ്ടി ദൈവത്തിന് ചില ആലോചനകൾ പറയാനുണ്ട്. ഈ ഭവനത്തോട് ദൈവത്തിന് ചില ആലോചന പറയാനുണ്ട്. നമ്മുടെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പറയാനുള്ള ആലോചന പറയാനുണ്ട്. ഓർക്കുക, ദൂത് കേൾക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക അത് അയാളോടുള്ള ദൂത, ഇത് ഇവരോടുള്ള ദൂത എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. എന്താ കാരണം? ഒരു വാക്ക് പറഞ്ഞാൽ, കർത്താവിന്റെ തിരുമൊഴിയായി ഒരു വാക്ക് വന്നാൽ ആ ഒരു വാക്ക് കൊണ്ട് 10 പേർ സൗഖ്യമായി. 10 കുഷ്ഠരോഗികൾ വന്നു, 10 പ്രാവശ്യം പറയേണ്ടി വന്നില്ല. ആരൊക്കെ അത് ഏറ്റെടുക്കുന്നു അവർക്ക് വിടുതലായി മാറും, അവർക്ക് സൗഖ്യമായി മാറും. അത് ഏറ്റെടുത്തില്ലെങ്കിലാണ് പ്രശ്നം വരുന്നത്. ആരാണ് ഏറ്റെടുക്കുന്നത്? നമുക്കറിയാം, അന്യാസ് പൗലോസിനെ കാണാനായിട്ട് വന്നു. കുരുടനായിട്ടിരിക്കുക പൗലോസ്. അവിടെ ശൗലവിടെ കുരുടനാണ്. ഇപ്പോ അവന് കണ്ണു കാണാനില്ല. യേശുവിന്റെ നാമത്തിലുള്ള വിടുതലിലൂടെ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് റിസീവ് ചെയ്ത ഉടനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിദംബരം പോലെ വീണ് അവൻ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ ആരാണോ ഏറ്റെടുക്കുന്നത്, അത് എന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞ് ആരേറ്റെടുത്താലും അത് അവർക്ക് ശക്തിയായി വ്യാപരിക്കും. കാരണം ഇത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മിലേക്ക് വ്യാപരിക്കുക തന്നെ ചെയ്യും. ആത്മാവിൽ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് കർത്താവ് ഇത് എന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞ് ചില വാക്തത്വ വചനങ്ങൾ പ്രവചനാത്മാവിൽ വിളിച്ചു പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനുശേഷം വീട്ടിനകത്ത് നിറച്ച കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെട്ട വേഗത്തിൽ ഞാൻ ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തന പുസ്തകം 21-ന്റെ 2-ാമത്തെ വാക്യം. Psalms 21 verse 2. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചിട്ടുമില്ല. നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത് മറ്റൊന്നുമല്ല, ഹൃദയത്തിലെ ആഗ്രഹം എന്താണോ അത് നൽകാൻ പോവുകയാണ്. ഈ ഭവനത്തിൽ വെച്ച് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? കഴിഞ്ഞ നാളുകളിലായി നിങ്ങൾ ആഗ്രഹിച്ച വിഷയം എന്താണോ, ഹൃദയത്തിൽ നിങ്ങൾ കൊണ്ടുനടക്കുന്ന വിഷയം എന്താണോ, അത്തരങ്ങളുടെ ഒരു യാചന ഉണ്ടായിരുന്നു. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വിഷയം, അത് അവന് ദൈവം നൽകി കൊടുക്കാൻ പോവുക. അത് ദൈവം അവന് നൽകി കൊടുക്കാൻ പോവുക. ഒരു ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണോ പ്രാർത്ഥിക്കുന്നത്, ആരുടെയാണോ വിഷയം, അവർക്ക് വേണ്ടി അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്റെ ദൈവം നൽകാൻ പോവുകയാണ്. നൽകിയിരിക്കുകയാണ്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, നൽകി. കർത്താവേ, നിങ്ങളുടെ ആദരങ്ങളുടെ യാതൊരു ദൈവം നിഷേധിക്കാതെ, എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഹൃദയത്തിലെ ആഗ്രഹം കൊണ്ടു നടന്നെങ്കിൽ ഇന്ന് ഡിക്ലെയർ ചെയ്യാൻ പോവുക. പരിശുദ്ധാത്മാവ് എന്നോട് വിളിച്ച് പറയുകയാണ്, എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്, മറ്റൊന്നുമല്ല. ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. എന്താ ഡിക്ലെയർ ചെയ്യുന്നത്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകിയിരിക്കുകയാണ്. വിശ്വാസത്തോടെ പറയണം, കർത്താവ് എന്റെ തലമുറ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാ, അത് ഞങ്ങളുടെയും ഒരു പ്രാർത്ഥനാ വിഷയമാ, അത് ഞങ്ങളുടെ ആഗ്രഹമാ. കർത്താവെ, അത് നൽകിയിരിക്കുന്നു. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ആഗ്രഹത്തിന്റെ നിറവേറിയതിന്റെ പേരിലുള്ള ഒരു പ്രാർത്ഥനയും കൂടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ വീടുകളിൽ പലരും പറയും, ആ വീട്ടിൽ വെച്ച് നടന്ന പ്രാർത്ഥനയാ, പക്ഷെ എന്റെ വീട്ടിലും കൂടെ വെക്കണം, കാരണം ആ വാക്തത്വം എന്നിൽ നിറവേറി, നമ്മുടെ വീട്ടിൽ നിറവേറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥന വെക്കാൻ പോവുക. വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ദൈവിക അത്ഭുതം നമ്മുടെ വീടുകളിൽ നടക്കാൻ പോവുക. കാരണം ഹൃദയത്തിലെ ആഗ്രഹം നൽകുന്ന ദൈവം ഇന്നും ജീവിക്കുകയാണ്. രണ്ടാമത് വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 39-23. ജെനസിസ് ചാപ്റ്റർ 39 verse 23. യഹോവ അവനോട് കൂടെ ഇരുന്നു, അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുകൊണ്ട് അവന്റെ കൈ കീഴിലുള്ള യാതൊന്നും കാലാകാലപ്രമാണി നോക്കിയില്ല. ചരിത്രം മനസ്സിലായി. ജോസഫിന്റെ കാര്യമാണ് പറയുന്നത്. എനിക്കിവിടെ പറയാനുള്ള ദൂതെന്താ അറിയോ? യഹോവ അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെയും സഫലമായി. എല്ലാം സാധിക്കുകയാണ്. ഒന്ന് ഉറപ്പോടെ പറഞ്ഞാട്ടെ, നമ്മുടെ തലമുറയ്ക്ക് കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സാധിക്കാൻ പോവുകയാണ്. അവർ ചെയ്യുന്ന ജോലിയിൽ ദൈവത്തിന് കൃപ വ്യാപരിക്കാൻ പോവുകയാണ്. അവർ പോകുന്നിടത്തൊക്കെയും, അവർ പഠിക്കുന്ന കുട്ടികള്, അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ മധ്യത്തിലൊക്കെയും ദൈവം എല്ലാം സാധ്യമാക്കി കൊടുക്കാൻ പോവുക. എന്താ കാരണം അറിയോ? അവനോട് കൂടെ കർത്താവ് ഇരുന്നതുകൊണ്ടാണ്. ഒന്ന് ആമേൻ പറഞ്ഞേ. എന്റെ തലമുറയുടെ കൂടെ എന്റെ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് അവർ സാധിക്കും. അവർ ചെയ്യുന്നതൊക്കെ സഫലമാകും. കർത്താവ് കൂടെ ഇരിക്കുന്നത് കൊണ്ട്
പ്രസൻസ് ഓഫ് ഗോഡ് അങ്ങ് പോവുകയെന്ന് അവരുടെ കൂടെ തന്നെ. നമ്മുടെ വീട്ടിൽ ഒതുങ്ങാൻ പോവുകയില്ല, നമ്മിൽ മാത്രം അവസാനിക്കാൻ പോകുകയില്ല. കർത്താവ് വാഗ്ദത്തം ചെയ്യുക, നിന്റെ മക്കളിലേക്ക് അത് വ്യാപരിക്കാൻ പോകുക, നിങ്ങളുടെ മക്കളിലേക്ക് അത് വ്യാപരിക്കാൻ പോവുക. കർത്താവ് കൂടി ഇരുന്നാൽ അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും, സഫലമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാം. 100% അത് സക്സസ് ആണ്. 100% സക്സസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ഒന്ന് വിശ്വാസത്തോടെ പറയും, കർത്താവ് എനിക്ക് വേണം, എന്റെ തലമുറകൾ പരാജയപ്പെടരുത്. നമ്മുടെ തലമുറകൾ ഒന്നിനും പരാജയപ്പെട്ടു പോകരുത്, പഠനത്തിൽ പരാജയപ്പെട്ടു പോകരുത്, ജോലിയിൽ പരാജയപ്പെട്ടു പോകരുത്. നമ്മളായിരിക്കുന്ന എവിടെ പോയാലും കർത്താവ് ജോസഫിനോട് കൂടിയിരുന്ന് അവനായിരിക്കുന്നിടത്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോ നമ്മുടെ സൂപ്പർവൈസേഴ്സ്, നമ്മുടെ സീനിയേഴ്സ്, മാനേജർമാരൊക്കെ പറയുകയാണ്, നീ ചെയ്യുന്നൊക്കെ ഓക്കെ ആയതുകൊണ്ട് ഞാൻ നിന്റെ കാര്യം നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഫ്രീഡം തരാൻ പോവുകയാണ്. ജോലിയിലെ ടെൻഷൻ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ജോലിയിലെ ടെൻഷൻ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ടെൻഷൻ ഉണ്ടാക്കുന്ന, വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ഓ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കുമ്പോ, എല്ലാ ടെൻഷൻസും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറി. ഓ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മൾ എല്ലാം സക്സസ് ആയി ചെയ്യുവാൻ ദൈവകൃപ പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാം. മൂന്നാമത്തെ വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ചാപ്റ്റർ 16 വേഴ്സ് 9. 1 കൊരിന്ത്യർ ചാപ്റ്റർ 16 വേഴ്സ് 9. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ മൂന്നാമത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയും, ഒരു വാതിൽ തുറന്നിരിക്കുക. സക്സസിന്റെ ഒരു വാതിൽ തുറക്കാൻ പോവുക. സഫലവും വിശാലവുമായ നല്ല എല്ലാ കാര്യങ്ങളും സക്സസ് ആകുന്ന വിധത്തില് ഒരു ഡോർ തുറന്നു വിശ്വസിക്കാമോ? അടഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ, അയ്യോ ചാപ്റ്ററൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്ന പോലെയാണല്ലോ കർത്താവേ, നാളുകളായിട്ട് ഇത് അടഞ്ഞിരിക്കുകയാണല്ലോ. അടഞ്ഞതിന് തുറക്കുന്ന ദൈവത്തിന്റെ കൃപ ഒന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അടഞ്ഞതിന് തുറക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവമാണ്. അവൻ തുറന്നാൽ അത് സഫലമായ വാതിലാണ്. അന്ന ഒരു ദിവസം കറിയുക, കാരണം ദൈവം അവളുടെ ഗർഭം അടച്ചത് കൊണ്ട് അവൾ നിലവിളിക്കുകയാണ്, പ്രതിയോഗി എന്ന് ദുഷിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ഉദരം അടച്ചിരിക്കുന്ന ഹന്നയുടെ ഉദരം ദൈവം തുറന്നു കഴിഞ്ഞപ്പോ നമ്മൾ കാണുന്നത് സൗമ്യനെ കൊണ്ട് തീർന്നില്ല, പിന്നെ 2, 3, 4, 5, 6 കുട്ടികളാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. സഫലവും വിശാലമായ ദൈവം തുറക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കിയ ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്. അടഞ്ഞതിന് തുറന്നാൽ ചില വിഷയങ്ങൾ അടഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുക. കർത്താവേ, എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്ന വാതിലുകൾക്കായി സ്തോത്രം. ഒരു പുതിയ ഡോറുണ്ട് ദൈവം ഓപ്പൺ ചെയ്തിരിക്കുക. അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിധി എഴുതാൻ വരട്ടെ. എന്റെ ദൈവം അല്പം താമസം വരുന്നെങ്കിലും എന്റെ ദൈവം ഇന്ന് വാദം തുറക്കുകയാണ്. ഒരു വാദം കണ്ടാട്ടെ, ആത്മാവിൽ കണ്ടാട്ടെ. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി എന്റെ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾക്കായി സ്തോത്രം. അത് സഫലമായ വാതിലാണ്, വിശാലമായ വാതിലാണ്. ഒന്നുകൂടാണ് പറയുന്നത്, എതിരാളികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കുറെ പ്രശ്നമുണ്ടെന്ന് ഇതിന്റെ പിന്നിൽ. ഈ വാതിൽ അറിഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ആരും പ്രോബ്ലംസ് ഒക്കെ അങ്ങ് മാറിപ്പോകും. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എല്ലാ തടസ്സങ്ങളും മാറാൻ പോകുക. എതിരുകളും പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്താൽ നീങ്ങി മാറി. ഹല്ലേലൂയ. വാതിൽ തുറക്കട്ടെ. സഫലമായ വാതിൽ അങ്ങ് തുറന്നു വരട്ടെ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം വായിക്കാം. ജനസിസ് ചാപ്റ്റർ 24 വേഴ്സ് 21. 24:21. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു. സ്തോത്രം. കാര്യം നമുക്കറിയാം. അബ്രഹാം തന്റെ പ്രിയപ്പെട്ട ദാസനെ വിളിച്ചു. ഒരു പക്ഷേ എലയാസറായിരിക്കും. എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു ദാസനെ വിളിച്ചു. എലയാസർ എന്നാണ് പൊതുവെ അറിയുന്നത്. ദാസനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കണം, ഒരു ഭാര്യയെ കിട്ടണം. അതിനുവേണ്ടി ഞങ്ങളുടെ സ്വന്തം ജാതിയിലേക്ക് നീ ഒന്ന് പോകണം, നാട്ടിലേക്കൊന്ന് പോകണം, സ്വന്തം നാട്ടിലേക്കൊന്ന് പോകണം. അവിടെ പോയി നീ ഒന്ന് കണ്ടെത്തണം. വലിയൊരു ദൗത്യം കിട്ടിയ ദാസൻ അങ്ങ് പോവുക. ദാസൻ പോയപ്പോ യാത്രയില് ദാസനൊരു ചിന്ത, പോയ കാര്യം ഒരു കുട്ടിയെ കണ്ടു, റിബേക്കയെ കണ്ടു. ഇത് ദൈവം സഫലമാക്കിയോ ഇല്ലോ എന്ന് അറിയണം. അതിനുവേണ്ടി ഒന്ന് മിണ്ടാതിരുന്നു. ചില ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ മിണ്ടാതിരിക്കുമ്പോ കർത്താവ് ചെയ്യാൻ പോകുന്നത് അറിയോ? ഇനി കഴിഞ്ഞ നാളുകളിൽ പോയ യാത്ര പോലെയല്ല.
ഈ യാത്ര എന്റെ ദൈവം സഫലമാക്കാൻ പോവുകയാണ്. ഇനി പോകുന്ന ഈ യാത്ര ദൈവം സഫലമാക്കാൻ പോവുക. വിശ്വാസത്തോടെ ഞാൻ ഓ ഹല്ലേലൂയ. ഇനി നാട്ടിൽ പോകുമ്പോ എന്റെ ദൈവം എന്ത് ചെയ്യാൻ പോകുക? ഓ സഫലമാക്കാൻ പോവുകയാണെന്ന്. പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടാനും ആ കാര്യങ്ങൾ ക്രമീകൃതമാകാനും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പറഞ്ഞാട്ടെ. കൃപ വ്യാപരിക്കട്ടെ. അതിനു വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും ബെസ്റ്റ് കറക്റ്റ് ആയത് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടുന്നതാ. ദൈവം കാണിച്ചു തരുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. നമുക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല, പക്ഷെ ഒരു യാത്ര ഉടനെ പോകേണ്ടത്. പക്ഷെ ആ യാത്രയുടെ പ്രത്യേകത എന്താ അറിയോ? സഫലമാകുന്ന യാത്രയാണ്. അല്ല പരാജയത്തിന്റെ യാത്രയല്ല. യാത്ര പുറപ്പെട്ടാൽ ആ യാത്ര ദൈവം സഫലമാക്കി തരുന്ന ദൈവത്തെ ഓർത്തൊന്ന് ദൈവത്തെ ശ്രദ്ധിക്കാമോ? ഓ ഹല്ലേലൂയ. പോയ കാര്യം എന്തായി? നമ്മൾ പോയ കാര്യത്തിന് എന്തായി ചോദിക്കുമ്പോൾ നമുക്ക് നിരാശയോടെ പറയാനുള്ള മറുപടിയും കൊണ്ട് നടക്കണ്ട. ഇനി പറയാൻ പോകുന്നറിയോ? പോകുമ്പോഴേ പറയണം. നമ്മളിപ്പം മിണ്ടാതിരുന്നു, പോകുമ്പോ ഒന്നും പറയണ്ട. പക്ഷെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോ എന്താ പറയാൻ പറയുന്നത്? കർത്താവ് നിങ്ങളുടെ യാത്രയെ സഫലമാക്കി. മിണ്ടാതിരുന്ന വിഷയത്തില് ദൈവം തന്റെ യാത്രയെ സഫലമാക്കി. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ പ്രവചനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന കാര്യം ഞാൻ പറയാം. ഈ മറിയ ഗർഭിണിയായി, കന്യകയായിരുന്ന മറിയ ഗർഭിണിയായി. അവളുടെ ഹൃദയത്തിൽ ഇത് വല്ലാത്ത ഭാരമായി. ആരോട് പറയും? ആരോടാണ് ഇത് പറയാൻ പറ്റിയത്? അപ്പോഴാണ് അവൾ ഓർത്തത്, ഈ ലേവി കുടുംബത്തിലെ അല്ലെങ്കിൽ അഹരോന്റെ കുടുംബത്തിലെ ചാർച്ചക്കാരിയായ എലിസബത്തോടെ ഉണ്ട്. അപ്പൊ മറിയയും ഇവരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാ, ഒരേ ചാർച്ചക്കാരാ. അവളോട് ചെന്ന് കാര്യം പറയാന്ന് പറഞ്ഞ് എങ്ങനെയും ഒന്ന് ചെന്ന് അവതരിപ്പിക്കണം. ഇത് എല്ലാവരോടും ഒന്ന് അറിയിക്കേണ്ടത്. എങ്ങനെ പറയും? ഇത്രയും വിമിഷ്ടമുള്ളൊരു കാര്യമാണ്. കല്യാണം നിശ്ചയിച്ചിരിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി എന്നുള്ള ഒരു ആരോട് പറയും? ഇത് ഉൾക്കൊള്ളാൻ പറ്റിയത് ആരോ ഉള്ളത്? അപ്പൊ കർത്താവ് ഓർമ്മപ്പെടുത്തി കൊടുത്തു, ഇങ്ങനെ ഒരാളുണ്ട്, ചെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ മറിയ നേരെ എലിസബത്തിന്റെ അടുത്ത് ചെന്ന് ഒരു പ്രൈസിനോട് അങ്ങ് പറയാണ്, കൈയും കൊടുത്തിട്ട് വന്ദനം എന്ന് പറഞ്ഞു ഉടനെ മറിയ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം അത് തിരിച്ച് എലിസബത്ത് പറയാ. അവിടെ പറയുന്ന വാക്യമുണ്ടല്ലോ, 1:41-42 സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്താ മറിയ പറയാൻ പോകുന്നത്? അതിപ്പോ ആര് പറഞ്ഞു? എലിസബത്ത് പറഞ്ഞു. എലിസബത്തിന് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുമോ മറിയ ഗർഭിണിയാണെന്ന്? ചിന്തിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, മറിയ ഗർഭിണിയാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അവള് കന്യകയാണ്, കല്യാണം ഉറപ്പിച്ചിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ വന്നു കയറി ഒരു സ്തോത്രം പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അതിന്റെ പേരാ പ്രവചനം എന്ന് പറയുന്നത്. നമ്മൾ പുറത്തു പറയാത്ത വിഷയം, നമ്മളൊന്ന് പറയണമെന്ന് വിചാരിച്ച വിഷയം, ആ വിഷയത്തിനുള്ള മറുപടി നമ്മൾ പറയാതെ നമ്മൾ കേൾക്കുമ്പോ അതിനെ പറയുന്ന പേരാണ് പ്രവചനം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പലരും സംസാരിക്കുകയാണ്. നമ്മൾ പറയണമെന്നൊക്കെ വിചാരിച്ചു വെച്ചോണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനെ അതെല്ലാം നന്നായി അറിയാം. ഒന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോ ആത്മാർത്ഥമായി സ്തുതിച്ചാൽ ഇവിടെ ഇരുന്ന് സ്തുതിച്ചോണ്ടിരുന്നാ മതി. ഒന്ന് സ്തോത്രം പറയുമ്പോ ഞാൻ പറയാം, ഹൃദയത്തിൽ എന്താ പറയാൻ ആഗ്രഹിച്ചത് ആ വിഷയത്തിലുള്ള ദൂത് ദൈവത്തിന്റെ ആത്മാവ് തന്നെ വെളിപ്പെടുത്തുന്നത് തന്നെ ചെയ്യും. കർത്താവേ, എന്നോടുള്ള ദൂത് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിശ്ചയമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ഇനി ഞാൻ വിഷയത്തിലേക്ക് വേഗം കടന്നു വരാം. അടുത്ത 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ പെട്ടെന്ന് നിർത്താം. വീടിനുള്ളിലെ പരിശുദ്ധാത്മാവ് വന്ന് നിറച്ചു. പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞ് ഒരു 6-7 കാര്യങ്ങളുണ്ട്. എല്ലാം പറയാൻ പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങളെങ്കിലും പറയണമെന്ന് താല്പര്യമുണ്ട്. ഒന്നാമത്, ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറയ്ക്കുന്ന ഒരു വലിയ സംഗതിയുണ്ട്. അതിന്റെ പേരാണ് ധൈര്യം. ഒന്ന് നമുക്കറിയാം, ഏറ്റവും വലിയ പ്രത്യാശയാണ്. പ്രത്യാശ കൊണ്ട് ദൈവം നിറയ്ക്കും. എന്നാൽ അതിലും വലിയ കാര്യം ഞാൻ പറയാം, ധൈര്യമാണ്. പത്രോസിന്റെ ധൈര്യം കാണുകയാലും ഒന്നുകൂടെ പറയാം, പണ്ട് യേശു ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഓടിപ്പോവുകയായിരുന്നു. അകലം വിട്ട് നടക്കുകയും ഒളിച്ചിരിക്കുകയും തള്ളിപ്പറയുകയൊക്കെ ചെയ്ത പത്രോസ്, ആത്മാവ് വന്നു കഴിഞ്ഞപ്പോ പത്രോസ് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? എഴുന്നേറ്റെന്ന് പറയുന്നത് അറിയോ? നിങ്ങൾ ക്രൂശിച്ചു വന്ന നാസറേയനായ യേശു. ഒരു പേടിയില്ലേ? നിങ്ങളെ ക്രൂശിച്ചു വന്നേന്നും പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ടൊരു പ്രസംഗം. ഇത് എവിടുന്ന് കിട്ടി? നേരത്തെ നമ്മൾ കേട്ടതുപോലെ മുടന്തന്റെ കാല് ഒന്ന് ഉറച്ചു കഴിഞ്ഞപ്പോ വിഷയം വന്നപ്പോ നമ്മൾ കാണുന്നത് പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ ധൈര്യം കാണുകയല്ല നമ്മൾ വായിക്കുന്നത്. അവരെന്നെ ബോൾഡായിട്ട് സംസാരിക്കുന്ന കാര്യം, വിഷയങ്ങൾക്ക് ഇപ്പോ ഒരു പേടിയേ ഇല്ല.
ഒന്ന് ഓർത്തു നോക്ക്, അഭിഷേകം വന്നു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറച്ചാൽ നമ്മുടെ ഭയത്തെ മുഴുവൻ മാറ്റും. ഇന്ന് പേടിച്ചോണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാതെ അകലം വിട്ട് നടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തോട് നമ്മൾ അടുക്കില്ല, പേടിച്ച് നടക്കുക. എന്നാൽ വീട്ടിനകത്ത് വന്ന് ആത്മാവ് വന്ന് നിറയ്ക്കുമ്പോ വീട്ടിനകത്തെ ഭയത്തെ പൂർണ്ണമായി മാറ്റാൻ പോകുക. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും പരിശുദ്ധാത്മാവ് വന്ന് അതിനെ മാറ്റിക്കളയുന്നത് ചെയ്യും. അവിടെ പഴയ നിയമത്തിൽ ശൗലിന് രാജാവാ. ശൗൽ രാജാവിന് പടച്ചട്ടയുണ്ട്, അല്ലേ, പരിചയമുണ്ട്, വാളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ശൗലിന് ധൈര്യമില്ല. ഫെലിസ്ത്യൻ എന്ന് വെല്ലുവിളിക്കുന്ന സമയത്ത് ശൗലിന് ഒരു ധൈര്യമില്ല. എന്നാൽ ദാവീദിന് പടച്ചട്ടയും വേണ്ട, വാളും വേണ്ട, പരിചയം വേണ്ട. അഭിഷേകം ഉള്ളവന് ഭയങ്കര ധൈര്യം. ഒന്ന് ഓർത്ത് നോക്കിയേ, വെല്ലുവിളിക്കുമ്പോ ഇവനാരാ വിളിക്കുന്നത്? ഇസ്രായേൽ പരിശീലനം നേരം നോക്കി വെല്ലുവിളിക്കാൻ ഇവനാരാ? തിരിച്ചു വിളിച്ചോണ്ടിരിക്കുന്ന നായെ പോലുള്ള ഇങ്ങനെ വരാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒരു പേടി തോന്നില്ല, ഒരു കിടുക്കം പോലും വരുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ കയ്യിൽ ഒരു വാളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ധൈര്യം വന്നേക്കാം. അവന്റെ കയ്യിലത്തെ വാളൊക്കെ, മിന്നുന്ന വാളൊക്കെ കാണുമ്പോൾ അവന്റെ വലിയ പരിചയം പിടിക്കാൻ തന്നെ വേറൊരാള് അത്ര വലിയ പരിചയം കാണുമ്പോൾ ആകെ പിടിച്ചു നിൽക്കാം. അപ്പൊ ദാവീദ് പറയുന്നത് അറിയോ? അഭിഷേകമുള്ളവന് ഒരു പേടിയില്ല, ഒരു കല്ല് മതി എന്ന് അവൻ പറയണം. ഒരു കല്ല് മതി എന്ന് പറയത്തക്കവണ്ണം ധൈര്യം വന്നത് എങ്ങനെയാ? ഈ ആത്മാവ് വന്ന് നിറയ്ക്കുമ്പോ നമ്മുടെ വീരിത്യം മുഴുവൻ മാറും. നമുക്ക് എതിരെ നിൽക്കുന്ന പൈശാചിക പോരാട്ടങ്ങൾ നമുക്കൊരു വെല്ലുവിളിയായി തോന്നില്ല. ഒരു പൈശാചിക പോരാട്ടവും വെല്ലുവിളിയായി തോന്നില്ല. അതിനെ ഇന്ന് എറിഞ്ഞു വീഴ്ത്തുന്ന ദിവസമായി മാറുകയാണ്. ഒന്ന് വിശ്വാസത്തോട് പറയാമോ? കർത്താവേ, കഴിഞ്ഞ കുറെ നാളുകളായി ഭീഷണിപ്പെടുത്തുന്ന, കർത്താവെ വെല്ലുവിളിക്കുന്ന രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ഇന്ന് നമ്മൾ ആത്മാവിലൊന്ന് എറിഞ്ഞാട്ടെ, വിട്ടുപോ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. തകർന്നടിയട്ടെ, അന്ധകാര ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നടിയട്ടെ. വിട്ടുപോ. രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വേദനയും പ്രയാസവും ക്ലേശവും ദുഃഖവും വിഷമവും ഭാരവും ഹൃദയത്തിൽ ഉണ്ടാക്കി ഒരു വിമിഷ്ടം അനുഭവിക്കുന്ന ഘട്ടങ്ങൾ പലവട്ടം വന്നിട്ട് ആരോടും പറയാതെ ഒതുക്കിയെങ്കിലും ഇന്ന് വിളിച്ചു പറയട്ടെ, ആത്മശക്തിയുടെ വലിയ വ്യാപാരത്താൽ നിനക്ക് വേറെ പടച്ചട്ടയും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും നിന്നാൽ ഞാൻ പടക്കൊടുത്തതിനെ പാഞ്ഞു ചെല്ലുമെന്ന് പറയുന്നത് കൊണ്ട് ഈ പ്രതിസന്ധിയെ നീ തരണം ചെയ്യാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്താൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കുമ്പോൾ ജയം നമുക്കുള്ളത്. ഒന്നും കൂടെ ഇറക്കി പറഞ്ഞ വെല്ലുവിളികൾ വരുമ്പോ, രണ്ടാമത്തെ കാര്യം പറയാൻ പോവാ, പ്രതികൂലം വരുമ്പോ ഇതെന്തിനാ? നിറച്ചു കഴിഞ്ഞാൽ പ്രതികൂലം പുറത്തു കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരും. ഒന്നും കൂടെ പറഞ്ഞു മനസ്സിലാക്കി തരാം. ദാവീദിന് നേരെ സിംഹം വരുന്നുണ്ട്, കരടിയും വരുന്നുണ്ട്. ഇതെന്തിനാ ദൈവമേ അനുവദിച്ചേ? ഈ സിംഹവും കരടിയൊക്കെ എന്തിനാ ദൈവമേ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നിൽ പകരപ്പെട്ട അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്ന പ്രതികൂലങ്ങൾ, എന്നിൽ നിറയ്ക്കപ്പെട്ട ആത്മാവിന്റെ ശക്തി, ആ അഭിഷേകത്തിന്റെ ശക്തി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉദ്ദേശിച്ച് ഇറക്കിയ ചില പ്രതികൂലങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രതികൂലങ്ങൾ നിന്നെ തൊട്ടുകയില്ല, നിനക്കൊരു ദോഷവും വരുത്തില്ല. വരുത്തിയോ? എന്തെങ്കിലും ദോഷം വന്നോ? ഒരു ദോഷവും വന്നില്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇത് ഈ ആത്മാവ് വന്ന് നിറച്ചു കഴിഞ്ഞാൽ പകരുന്നത് അഭിഷേകത്തിന് ശക്തിയും കൂടെ ഉണ്ട്, കൃപയും ഉണ്ട്. ശക്തിയും കൃപയും പുറത്തുകൊണ്ട് ആത്മാവിന് ശക്തി അത് എത്ര വലുതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും അധികമായിരിക്കും അഭിഷേകത്തിന്റെ ശക്തി. ഞാൻ ഇടയ്ക്ക് ഏലിയാവിന്റെ കാര്യം വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നൊരു വെല്ലുവിളി ജീവനുള്ള ദൈവം ആരാണെന്നൊന്ന് വെളിപ്പെടുത്തണമെന്നും പറഞ്ഞു. 2 കാളയെ കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാളനെ എടുത്തോളാൻ പറഞ്ഞു. ഒരു കാളയിടും. അവര് വെട്ടി നുറുക്കി, എല്ലാവരും കൂടെ ചേർന്ന് വെട്ടി നുറുക്കി വിറകൊക്കെ കടക്കി വെച്ച് വിളിച്ചു പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഇനി അടുത്ത പരിപാടി ആരാ ചെയ്യാനുള്ളത്? ആരെ കല്ല് പറക്കി വിടുന്നുണ്ടത്? യാഗവീടെ ഒരുക്കാനുള്ള 12 കല്ല് ആരെടുത്തുകൊണ്ട് വരും? ഏലിയാവ് ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ടിരണം. അതുകൊണ്ട് തീർന്നോ? വിറക് കീറി അടക്കി വെക്കണോ? ആരാ ചെയ്യുന്നത്? ഏലിയാവ്. എളുപ്പമുള്ള പണിയാണോ?
ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും തോടുണ്ടാക്കുക. ആരാ ചെയ്യുന്നത്? ഏലിയാവ്. അതിനുള്ള വെള്ളം താഴേന്ന് കൊണ്ടുവന്ന്, ഇത് മലയുടെ മുകളില, താഴേന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്ന് നിറയ്ക്കുക. ആരാ ചെയ്യുന്നത്? ഏലിയാവ്. ഇനി ഇതൊക്കെ പോട്ടെ, അടുത്തത് കാളേനെ കൊല്ലണ്ടേ. 2 കിലോ ഇറച്ചി മുറുക്കാൻ നമ്മൾ പെടുന്ന പാട് നമുക്കറിയാം. ആ സമയത്താണ് ഈ വലിയൊരു കാളനെ ആരത്ത് കഷ്ണാക്കി തോലൊക്കെ പൊളിച്ച് കുടലും മണ്ടൊക്കെ പുറത്തേക്ക് മാറ്റി ഇതിനെ വെട്ടി നുറുക്കി വെച്ചിട്ട് യാഗം കഴിക്കുന്നത് ആരാ? ഇത് എങ്ങനെ പറ്റുന്നേ? ഇതെല്ലാം കഴിഞ്ഞ് സക്സസ് ആയി തീ വന്നിറങ്ങി. ആ തീ വന്നിറങ്ങുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, യാഗം എടുത്തുമ്പോ അവസാനിച്ചില്ല തീ. അവിടുന്ന് താഴോട്ടിറങ്ങി തോടും വറ്റിച്ചു, മണ്ണും കൂടെ ദഹിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിന്റെ ശക്തി ഒന്ന് വ്യാപരിച്ചാൽ, ശരിയായി ഒന്ന് വ്യാപരിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ യാഗത്തിൽ പ്രസാദിക്കുക മാത്രമല്ല, ഇത് പുറത്തേക്കൊന്ന് ഇറങ്ങും. ഈ ശക്തി പുറത്തേക്കൊന്ന് ഇറങ്ങും. ഹല്ലേലൂയ. തോടൊന്ന് വറ്റിക്കും, ആ മണ്ണ് ഒക്കെ ഒന്ന് ഹല്ലേലൂയ കത്തിച്ചു കളയും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ നേരമായിട്ട് അവിടെ പുറത്ത് കുറെ കാള ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈച്ചയൊക്കെ വന്നു തുടങ്ങി, മണം വന്നിട്ടുണ്ടാവും. ഇതിനൊക്കെ ഒന്ന് ചുട്ടുകരിച്ച് ഈ ദുഷിച്ചതായതെല്ലാം ഒന്ന് മാറ്റി കൃപ വ്യാപരിക്കാൻ അവിടെ ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നത് അടുത്ത പരിപാടി എന്ന് അറിയോ? 850 പേരെ വെട്ടിക്കൊല്ലണം. ഇവിടെ നിൽക്ക് ആരെങ്കിലും വന്ന് നിൽക്കും, എന്റെ കഴുത്ത് വെട്ടിക്കൊന്നും പറഞ്ഞ് പിന്നാലെ ഓടി നടന്ന് വെട്ടണം. വേണ്ട, അവരൊക്കെ ഇങ്ങനെ അടുത്ത് വന്നു വിചാരിച്ചാൽ പോലും ഒരു 10-800 പ്രാവശ്യം കയ്യൊന്നിങ്ങനെ വിശ്വസിക്കേ, നമ്മൾ എത്ര വിശ്വസിച്ചു? എന്നാ വെട്ടണം. വെട്ടുമ്പോ കഴുത്ത് മുറിയത്തക്കത്തിൽ ആഞ്ഞു വെട്ടണ്ടേ. ഇത് ആരാ ചെയ്തത്? ഒറ്റയ്ക്ക് ഏലിയാവ്. ഇതെങ്ങനെ സാധിച്ചെന്ന് വെച്ചാൽ അഭിഷേകത്തിന്റെ നിറവിൽ വരുന്ന ശക്തിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഈ ആത്മാവിന് കഴിയും. ഒരു മനുഷ്യൻ ചെയ്തെടുക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇത് എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? ഒറ്റയ്ക്ക് സാധിക്കുമോ? ഒരാൾ സഹായത്തിനില്ലല്ലോ എന്ന് ചോദിച്ച് നിരാശപ്പെടുമ്പോ പറയട്ടെ, ഇവിടെ വന്ന് നിറയുന്ന ആത്മാവിന്റെ ശക്തി കൊണ്ട് നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടല്ലേ അഭിഷേകത്തിന് ശക്തി പുറത്തേക്ക് തെളിഞ്ഞു വന്നത്. അവന് പകരപ്പെട്ട അഭിഷേകത്തിൽ ഒരു വെളിപ്പാടുണ്ടായിരുന്നു, വ്യാഖ്യാന വരം ഉണ്ടായിരുന്നു. അത് പുറത്തു വരാൻ വേണ്ടി ദൈവം ഒരുക്കി വഴിയായിരുന്നില്ലേ കാരാഗ്രഹം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി വരുന്നത്, ഭാരം വരുന്നത് എന്തിനാണെന്നറിയോ? നമ്മിൽ പകരപ്പെട്ട അഭിഷേകം. ഇന്ന് നമ്മൾ പ്രാപിച്ചത് ചിലത് വെളിപ്പെടാൻ വേണ്ടി ദൈവം ചില പ്രതികൂലങ്ങളും കൂടി നടത്തിയേക്കാം. പക്ഷെ ഒന്നും നിനക്ക് ദോഷമായി വരില്ല. അവിടെ നിനക്ക് അതിന്റെ അഭിഷേകം പുറത്തു വരുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. വരാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളും അതിന്റെ മധ്യത്തിൽ അഭിഷേകം പുറത്തു വരുന്നത് പൂർണ്ണമായി വിശ്വസിച്ചാട്ടെ. മറ്റൊരു അത്ഭുതം കണ്ടത്, മൂന്നാമത് പറയുകയാണെങ്കിൽ അത്ഭുതം പറയുന്നത്, പത്രോസ് വിശന്നു. ഒരു ദിവസം ഉച്ചയായ സമയത്ത് വിശന്ന സമയത്ത് മുകളിലേക്ക് കയറിയിരിക്കുക. ചോറ് കാലായിട്ടില്ല എന്ന് പറഞ്ഞു, ഭക്ഷണം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. പത്രോസിന് വിശന്നപ്പോ സ്വർഗത്തുനിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുക, അല്ലേ? കെട്ടി ഇറക്കി കൊടുക്കുക. ഒന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, നിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ ചിലത് പറയാറില്ലേ, നൂലുമ കെട്ടി ഇറക്കി തരുമെന്ന്. സ്വർഗത്തിൽ നിന്ന് നൂലുമ കെട്ടി ഇറക്കി തരുമെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഞാനൊന്ന് വിശ്വസിച്ച് പറയാ, എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചേ. നിനക്കൊരു ആവശ്യം വന്നാൽ നീ പഴയ പോലെ ചൂണ്ടെടുത്ത് പോകണ്ട, നീ പഴയ പോലെ പടകും വലയും എടുത്ത് പോകണ്ട. പകരം നിന്റെ മുന്നിൽ കെട്ടി ഇറക്കി തരുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ ഭവനമുറിയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിന് അത് കഴിയുമെന്ന് നിന്റെ കണ്ണി മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കി തരാനായിട്ട് കഴിയുമെന്ന് വിശ്വസിക്കുക. നിന്റെ കണ്ണി മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കി തരും. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, നൂലുമ കെട്ടി ഇറക്കി തന്നതാണ്, ദുപ്പട്ടി ഇറക്കി തന്നതാണേ. ദൈവം ചിലത് ഇറക്കി തരുമെന്ന് വിശ്വസിക്കുക. നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട്, കർത്താവേ ഈ ആത്മാവിന്റെ ശക്തി നിർത്താൻ പോവാ. സമയം തീർന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണോ അത് നിറച്ചു തരും. ഇപ്പൊ പടകം വേണ്ട, മലയും വേണ്ട, മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കി തരിക. അതാണ് ദൈവത്തിന്റെ കൃപ. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ അതിനോട് ചേർന്ന് പറയുകയാണെങ്കിൽ പറയാൻ പറ്റും. ജോസഫിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, തലച്ചുമടായി കൊണ്ടുപോയ ഫുഡുണ്ട്, ഒരു അരി പോലും അവന്മാര് കൊടുത്തില്ല. അപ്പളെ പിടിച്ച് വസ്ത്രം ഊരി കിണറ്റിലിട്ടതാണ് ആരെ? നമ്മുടെ ചേട്ടന്മാര്. എന്നാ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്? അവരിലേക്ക് അഭിഷേകം പകർന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ഭക്ഷണത്തിന്റെ പാണ്ഡികശാല ഇപ്പൊ അവന് സ്വന്തം.
പാണ്ഡികജാലം അവന് കയ്യിലേക്ക് കൊടുത്തു Amen. എന്ന് പറഞ്ഞാൽ നമ്മിൽ പകരപ്പെട്ട അഭിഷേകത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇല്ല. നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ പരാജയപ്പെട്ട മേഖല എവിടെയാണോ അതിനെ തിരുത്തി തന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിനും നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ. നാലാമത്തെ കൂടെ പറയാം. അഭിഷേകം വന്ന അത് ഉച്ച മുതല് ഉള്ളങ്കാല് വരെ വ്യാപരിക്കും. ശരീരം മുഴുവൻ വ്യാപരിക്കുന്നു. അതിന്റെ പേരെ നിറയ്ക്കുക എന്ന് പറഞ്ഞ ശരിയാണോ? നിറയ്ക്കും. ഒന്ന് ഓർത്തു നോക്കി. പെട്ടകം ചുമലിൽ ഏന്തിയ പുരോഹിതന്മാര് യോർദാനിലെ വെള്ളത്തിൽ കാല് വെച്ചപ്പോ മേലൊഴുക്കും നിന്നു, അടിയൊഴുക്കും നിന്നു, വഴി പ്രത്യക്ഷപ്പെട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്റെ കാലിന്റെ അടി വരെ എന്ത് സംഭവിക്കുന്നു? അഭിഷേകം വ്യാപരിക്കുന്നു. നിന്നെ നിറയ്ക്കുന്ന പറഞ്ഞത് ഫുള്ളായിട്ട് നിറയ്ക്കുക. ഈ വീട്ടിനകത്ത് നടക്കുന്ന പ്രാർത്ഥനയിൽ ദൈവം നമ്മെ ഓരോരുത്തരും തിരക്കാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ അല്പമായി 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 അല്പമേ വേണ്ടു എന്നൊക്കെ പറഞ്ഞ് അല്പം കൃപയായിട്ട് അല്പമായി നിന്നിരുന്ന അവസ്ഥകൾക്കൊക്കെ മാറ്റി ദൈവം നിറയ്ക്കാൻ പോകുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ ദൈവം ശ്രദ്ധിക്കുകയാണ്. അവൻ നിറച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ. യോർദാനിൽ ചവിട്ടാന്ന് ഒന്നും കൂടെ പറഞ്ഞ മരണ യോർദാൻ പറയാ. കൊയ്ത്തുകാലത്തും അല്ലാത്ത സമയത്ത് മഴക്കാലത്തും ഒക്കെ നിറഞ്ഞു കവിയ മരണ യോർദാൻ എന്താ പറയാ. പണ്ട് പറഞ്ഞിരുന്ന പേര് അതിലൊരു പേര് തന്നെ അതായിരുന്നു. വിഷയങ്ങൾ മരണകരമായ വിഷയമാണെങ്കിലും നിന്റെ കാലൊന്ന് എടുത്തു വെച്ച് ചവിട്ടുമ്പോ ശത്രുവിന് നിന്റെ കാൽ കീഴ് ചവിട്ടി ഹല്ലേലൂയ. ചവിട്ടുകയും മെതിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെ പെരുമാവിന് നീ ചവിട്ടും ചെയ്യും, മെതിക്കുകയും ചെയ്യും. ഓ ഹല്ലേലൂയ. ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റ രാജാവിന്റെ തലയില് ജയിച്ച രാജാവ് തലയിൽ വെച്ചിട്ട് പറയുന്ന പേരാണ് ചവിട്ടുന്നത്. മെതിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയാ അല്ലേ. കറ്റയിൽ നിന്ന് നല്ല മണി വേർതിരിച്ച് കിട്ടാൻ പോവുക. നിനക്ക് വേർതിരിച്ച് കിട്ടാത്ത വിഷയങ്ങൾ നീ മെതിച്ചെടുക്കാൻ പോവുക. ഒന്ന് മെതിച്ചെടുക്കാൻ പോവുക. കർത്താവേ, ഞാൻ ഇന്ന് മെതിച്ചെടുക്കും. കാരണം ഈ അഭിഷേകം ശക്തി എന്റെ കാലിലേക്ക് വരെ വ്യാപരിച്ചിട്ടുണ്ട്. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് എനിക്ക് ചവിട്ടാനും മെതിക്കാനും കഴിയും. ശത്രുവിനെ ഞാൻ ചവിട്ടും. എന്റെ നന്മയെ വേർതിരിച്ചെടുക്കുവാൻ അഭിഷേകത്തിന് കഴിയും. ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ വീട്ടിൽ ഒന്നുമില്ലെന്ന് ആ സഹോദരി പറഞ്ഞത്. ഒരു ഭരണി എണ്ണയല്ലാതെ. എന്നാൽ ആ ഭരണിയിലെ എണ്ണ നിസ്സാരമായി കാണരുത്. എണ്ണ ഒരു അഭിഷേകത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ, ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ആ ഒരു ഭരണി എണ്ണ മാത്രം പോരാ. എന്താ ദൈവദാസൻ പറയുന്നത്? നീ പാത്രങ്ങൾ വേണ്ടുവോളം ശേഖരിച്ച് വീട് നിറയ്ക്കണം. എണ്ണ കൊണ്ട് വീടൊന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ വീട് നിറയുമ്പോൾ വീട്ടിലെ കടഭാരങ്ങൾ അതുപോലെ മാറിക്കിട്ടും. കടഭാരങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും. എന്നിട്ട് പറയുന്നത് ശേഷിപ്പ് കൊണ്ടൊരു ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തുടർന്നുള്ള ഓരോ ദിവസവും വഴി നടത്താൻ ഈ ആത്മശക്തിക്ക് കഴിയുമെന്ന്. ആത്മശക്തിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ഭവനം നിറയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മതി. അതിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ഒന്നും കൂടെ പറഞ്ഞ തലമുറ ഇനി നഷ്ടപ്പെടുകയില്ല. തലമുറയെ പിടിച്ചുകൊണ്ടുപോകാൻ ചിലർ കടക്കാരോട് വന്നു നിൽക്കുമ്പോൾ ഈ ആത്മശക്തിയുടെ പ്രവാഹം വീട്ടിൽ നിറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറയാം, നമ്മുടെ തലമുറ നഷ്ടമാകുകയില്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ഭവനം നിറയ്ക്കുന്ന അനുഭവങ്ങളിലേക്ക് ഒന്ന് കൊണ്ടെത്തിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവ് അത് നമ്മിലേക്കൊന്ന് നിറഞ്ഞു വന്നാൽ നമ്മൾ കാണുന്നത് ഗസയുടെ പ്രദേശത്ത് നിൽക്കുന്ന പീലിപ്പോസിനെ കാണാം. ആ പീലിപ്പോസിനെ ആത്മാവ് എടുത്ത് പറപ്പിക്കുന്നത് കാണാൻ കഴിയും. അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാ. ഇന്ന് കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാ. എന്നാൽ ആത്മാവിനെ ഒന്ന് ദർശിച്ചാൽ നമുക്ക് ആ കാഴ്ച കാണുവാനും അനുഭവിക്കാനും കഴിയും. എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇവനെ എടുത്തുകൊണ്ടുപോയെന്നാ പറയുന്നത്. ആത്മാവ് എടുത്തുകൊണ്ടുപോയത്. ഒരു കുഞ്ഞിനെ അപ്പൻ എടുത്തു എന്നൊന്ന് ചിന്തിച്ചേ. ഒരു കുഞ്ഞിനെ അപ്പൻ എടുത്തു എന്നൊക്കെ ചിന്തിച്ചാൽ മതി. നമ്മെ എടുക്കുന്ന ഒരു അപ്പൻ, അവൻ എന്തിനാ നമ്മെ എടുത്തെന്നറിയാമോ? ഇനി നീ നടക്കണ്ട. ഇനി നീ നിന്റെ ഇഷ്ടത്തിനല്ല നടക്കുന്നത്. അപ്പൻ കുഞ്ഞിനെ എടുത്താൽ കുഞ്ഞ് പിന്നെ അവന്റെ ഇഷ്ടത്തിനല്ല നടക്കുന്നത്, അപ്പന്റെ ഇഷ്ടത്തിന് നടക്കും. അതാണ് ആത്മാവോടെ കാണിച്ചത്. പീലിപ്പോസിനെ എടുത്തു എന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പീലിപ്പോസിന്റെ ഇഷ്ടത്തിനല്ല പിന്നെ പോകുന്നത്, ആത്മാവ് നടത്തിക്കൊണ്ടുപോവുകയാണ്. എന്നെ നിന്നെയും എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപയൊന്ന് അനുഭവിച്ചാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക തന്നെ ചെയ്യും.
ഒന്നും കൂടെ പറഞ്ഞാൽ ഇനിയും നമുക്ക് പറയാൻ കഴിയും, അപ്പൻ എടുത്തിരിക്കുന്ന കുട്ടി. ഇനി ലക്ഷ്യം നിന്റെ അല്ല, അപ്പൻ എവിടേക്ക് പോകുന്നു അവിടേക്കാ നീ പോകുന്നത്, അവിടേക്കാ പോകുന്നത്. മൂന്നാമതൊന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്പീഡ് മാറി, കുഞ്ഞ് വളരെ സ്ലോ ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പൻ നടക്കുന്ന വേഗം കുഞ്ഞിന് കിട്ടില്ല. അപ്പൻ കുഞ്ഞിനെടുത്ത് നടക്കാൻ തുടങ്ങിയ കുഞ്ഞിന്റെ വേഗത മാറും. നമ്മുടെ അനുഭവം ഒന്ന് മാറി കിട്ടണ്ടേ? ആത്മാവിന്റെ നിറവിൽ നമ്മളെ ഒന്ന് നയിച്ചാൽ ഈ പോകുന്ന പോക്കൊക്കെ ഒന്ന് മാറി നമ്മൾ ഉണർവിലൂടെ ആത്മാവിന്റെ വേഗതയിലൂടെ നമ്മൾ ചരിച്ചു മുന്നോട്ട് പോകും. അതിനായി നമ്മളെ സമർപ്പിക്കാൻ കഴിയണം. അപ്പൻ എടുത്ത് നടക്കുമ്പോൾ നീ കല്ലും മുള്ളും ഒന്നും പേടിക്കണ്ട, നിന്റെ കാലിൽ ഒന്നും തറച്ചു കയറില്ല. കാരണം അപ്പൻ കരങ്ങളിൽ വഹിച്ചിരിക്കുക. അപ്പനത് തയ്യാറാ, ആത്മാവിന്റെ ശക്തി അതിന് തയ്യാറാ. പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിരിക്കുന്നത് അറിയോ? ഒരു കാര്യസ്ഥനായി വന്നിരിക്കുന്നതിനറിയോ? നിന്നെ ഉള്ളം കൈയിൽ എടുത്തു പോക്കി കൊണ്ട് നടക്കാനാ. കർത്താവേ എന്നെ വഹിക്കണമേ എന്ന് പറയണം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പാടുന്നതോടൊപ്പം തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മെ നടത്തും. ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കുഞ്ഞിഞ്ഞി വിഷമിക്കണ്ട. അപ്പനറിയാം നിനക്ക് ദാഹിക്കുന്ന സമയം വരുമ്പോൾ അവൻ വെള്ളമെടുത്തു തരും, നിനക്ക് വിശക്കുന്ന സമയമാകുമ്പോൾ അവൻ ഭക്ഷണം തരും. നീ അധ്വാനിക്കണ്ടെന്ന്. ഈ ആത്മനിറവിന്റെ കാര്യത്തിൽ പൂർണ്ണരായി വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുവാൻ സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വം കൊടുത്താട്ടെ. ഗ്ലോറി. നമ്മുടെ വീട്ടിനകത്ത് മഹത്വം ഒന്നും നിറയണം, എങ്കിൽ ആ വീട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവമഹത്വം വെളിപ്പെടുന്ന വീടാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വീട് കാണാൻ കഴിയും, യൂദയുടെ വീടാ. യൂദയുടെ വീട്ടിൽ ഇപ്പോൾ ആരുണ്ടെന്നറിയാമോ? ശൗലുണ്ട്. എന്നാൽ ആ വീടിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അനന്യാസിനെ ആ വീട്ടിലേക്ക്, യൂദയുടെ വീട്ടിലേക്ക് അയക്കുമ്പോഴേക്കും അവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ആ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. ആ വീട്ടിൽ വെളിപ്പാടുണ്ട്, ആ വീട്ടിൽ ദർശനമുണ്ട്. ഒന്നും കൂടെ പറഞ്ഞ ആ വീട്ടിൽ വെച്ച് രോഗസൗഖ്യം നടക്കുകയാണ്. നമ്മുടെ വീടുകളിലെല്ലാം പ്രാർത്ഥന വേണം, വെളിപ്പാട് വേണം, ദർശനം വേണം, വചനം വേണം, രോഗസൗഖ്യം വേണം. നമ്മുടെ ഭവനങ്ങളിലെ ആ നിറവിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവമക്കളെ, നമുക്കൊന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.